അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നടന്ന ലിസാനും പരീക്ഷയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ ഇതുപോലുള്ള അപ്ഡേറ്റുകൾ ലഭിക്കാനായിട്ട് ബെല്ലൈക്കൺ ഓണാക്കി വെക്കുക. അതുപോലെ നിങ്ങളുടെ 5ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പരീക്ഷ എഴുതിയവരായിരിക്കും. അപ്പോൾ ഇന്ന് പരീക്ഷ എഴുതി കഴിഞ്ഞ ശേഷം കുറേ കുട്ടികൾ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചൊരു ചോദ്യമാണ്, ഉസ്താദെ ഈ ചോദ്യത്തിന് ഇങ്ങനെ എഴുതിയാൽ ഉത്തരം ലഭിക്കുമോ എന്ന്. അപ്പോൾ കാരണം എന്താ വെച്ചാൽ ലിസാനിലൊരു ചോദ്യം വന്നു, അതും പ്രതീക്ഷിക്കാതെ വന്നൊരു ചോദ്യമാണ്. അതേപോലെ പ്രതീക്ഷിക്കാതെയുള്ള ചോദ്യങ്ങൾ ലിസാനിൽ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം വന്നത് ലിസാനിലല്ല തജ്വീദിൽ വന്നിട്ടുണ്ടായിരുന്നു, മുസ്തമിഉൻ എന്നുള്ളത്. ലിസാനും തജ്വീദും ഒന്നിച്ചാണല്ലോ പരീക്ഷ. അപ്പോൾ തജ്വീദിലെ ആദാബ് മുസ്തമിൽ ഖിറാഅത്ത് എന്നുള്ളൊരു പാഠമുണ്ട്. ആ പാഠത്തിൻ്റെ ഹെഡിങ്ങിലെ ഒരു വാക്കിൻ്റെ അർത്ഥമാണ് ചോദിച്ചിരുന്നത്. എന്നാൽ ഇപ്രാവശ്യം ലിസാനിൽ തന്നെ ചോദ്യം വന്നത്, പക്ഷേ ആരും പ്രതീക്ഷിക്കാതെ ഇതുള്ള ചോദ്യമായിരുന്നു. പക്ഷേ ഞാനത് എൻ്റെ ട്യൂഷൻ ക്ലാസ്സിൽ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ കാണുന്ന 2 വരികൾ നിർബന്ധമായും പഠിക്കണം. അത് പഠിച്ചവർക്കത് കിട്ടിയിട്ടുണ്ടാകും. ഇനി ഏതാണ് ആ ചോദ്യം നമുക്ക് പരിചയപ്പെടാം. ചോദ്യം ബയ്യിൻ എന്ന് പറയുന്ന ഒരു പ്രവർത്തനത്തിൽ അൽ ഫിഅലുൽ മാളി എന്നുള്ളതായിരുന്നു. എന്താണ് മാളിയായ ഫിഅൽ? ഇതിന് കുറേ കുട്ടികൾ എഴുതിയത്, എൻ്റെ മനസ്സിൽ കുറച്ച് കുട്ടികൾ എഴുതിയത് കഴിഞ്ഞു പോയ കാലത്തിൻ്റെ മേൽ അറിയിക്കുന്ന ഫിഅലാണ് എന്ന്. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ മാർക്ക് ലഭിക്കുമോ എന്നത് സംശയമാണ്. കാരണം അറബി മലയാളത്തിൽ എഴുതാൻ പാടില്ലല്ലോ, അർത്ഥങ്ങൾ മാത്രമല്ലേ അറബി മലയാളത്തിൽ എഴുതാൻ പറ്റുള്ളൂ. എന്തെങ്കിലും കാരണവശാൽ ഇതിന് മാർക്ക് ലഭിക്കാൻ ആ മാർക്കിടുന്ന ഉസ്താദ് ചിലപ്പോൾ എന്ത് ചെയ്യുക, ശരിയിട്ട് കൊടുത്താൽ മാത്രമേ ലഭിക്കുള്ളൂ. അധികം കിട്ടാൻ സാധ്യത കുറവാണ്. ശരിക്കും ഇതിൻ്റെ ഉത്തരം വരുന്നത് നമ്മുടെ ഒരു പാഠത്തിൽ 6ാമത്തെ പേജിൽ ഒരു പാഠമുണ്ട്. ആ പാഠത്തിൻ്റെ താഴത്ത് പറയുന്നുണ്ട്, 2 വരി ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അൽ ഫിഅലുൽ മാളി, മാളിയായ ഫിഅൽ എന്നാൽ കലിമത്തുൻ തദുല്ലു അലാ ഹുദൂസി ഫിഅലിൻ ഫി സമാനിൽ മാളി. കഴിഞ്ഞ കാലത്ത് ഒരു കാര്യം സംഭവിച്ചു എന്നതിനെ അറിയിക്കുന്ന ഫിഅലാണ്, പദമാണെന്ത്, മാളിയായ ഫിഅൽ. അതുപോലെ അതിൻ്റെ നേരെ താഴെ തന്നെ എന്താണ് മുളാരി എന്നുണ്ട്. മുളാരി ചോദിച്ചിട്ടില്ലെങ്കിലും അതും ഇതുപോലെ കലിമത്തുൻ തദുല്ലു അലാ ഹുദൂസി ഫിഅലിൻ ഫിൽ മുസ്തഖ്ബിലി അവിൽ ഹാലി. വർത്തമാനകാലത്തോ അല്ലെങ്കിൽ ഭാവി കാലത്തോ വല്ല കാര്യവും ഉണ്ടാകുന്നതിനെ അറിയിക്കുന്ന പദമാണ് ഫിഅൽ മുളാരി. അപ്പോൾ ഈ ചോദ്യമായിരുന്നു, അൽ ഫിഅലുൽ മാളി എന്നുള്ള ചോദ്യമായിരുന്നു പരീക്ഷയിൽ വന്നിട്ടുണ്ടായിരുന്നത്. കുറേ കുട്ടികൾക്ക് ചിലപ്പോൾ അത് കിട്ടിയിട്ടുണ്ടാവില്ല. വളരെ സങ്കടമായ കാര്യം എന്ന് പറയുന്നത് അത് 5 മാർക്കിനുള്ളതാണ്. 3 മാർക്കാണെങ്കിൽ പോട്ടെ എന്ന് വെക്കാൻ വരുന്നു. പക്ഷേ 5 മാർക്ക്, ഒരു ടോപ്പ് പ്ലസ് പ്രതീക്ഷിക്കുന്ന ഒരു മാർക്കാണ് പോയത്. എന്നാൽ ചില കുട്ടികൾ എഴുതിയിട്ടുണ്ടാകും. ഞാൻ എൻ്റെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇതൊക്കെ പഠിച്ചോളുണ്ടു, ഇതൊക്കെ പരീക്ഷയിൽ വരാം. അത് അടിവരട്ടവരും പഠിച്ചവരൊക്കെ ഉണ്ടാകും. അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് ഈ പരീക്ഷയിൽ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം പോയിട്ടുണ്ടെങ്കിൽ, എഴുതാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക. എത്ര പേർക്ക് പോയിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.